നമസ്കാരം. മാധ്യമങ്ങൾക്ക് വലിയ നിരാശയും പോലീസുകാർക്കും രാഹുൽ മാങ്കൂട്ടത്തിനും വലിയ ഒരു ആശ്വാസവും നൽകിയിട്ടുള്ള ഒരു ദിവസമാണിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ അത് അടുത്ത മാസം 7-ാം തീയതി, അതായത് ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞ് സാവകാശം അത് കേൾക്കാം എന്ന് കോടതി തീരുമാനിച്ചപ്പോൾ പോലീസുകാർക്കാണ് വലിയൊരു ആശ്വാസം ഉണ്ടായത്. നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലും പരിസരത്തും ഒക്കെ പോലീസുകാർ കൂടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ തുമ്മാനും തൂറാനും സമ്മതിക്കാതെ ഇങ്ങനെ ഓടാണ്. അങ്ങനെ നിർത്തിയേക്കാണ് ഒരു പറ്റത്തെ എന്ന് മനസ്സിലാക്കുന്നതാണ് ശരി. ഒരു കാര്യത്തിനും ഒന്നിനും സമ്മതിക്കാത്ത വിധത്തിൽ ചുറ്റിനും പോലീസ്, ഷാഡോയായും അല്ലാതെയും ഒക്കെ. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ. കാര്യം ഒരു MLA പിന്നാലെ ഇങ്ങനെ കൂടിയേക്കാണ്. എപ്പോഴാണ് അദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുക, എപ്പോഴാണ് അദ്ദേഹത്തെ വിലങ്ങ് വെച്ച് ഈ നാട്ടിൽ ഒന്ന് പ്രദർശന വസ്തുവാക്കി കണ്ടോളാ എന്ന് കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റുക എന്നതൊക്കെ ഇനി ആലോചിച്ച് നിൽക്കുക. അതിന് മാത്രമാണ് ഇവിടെ പോലീസ് സംവിധാനത്തെ പിണറായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങളുടെ കാര്യം അതിലും കഷ്ടമാണ്. ഈ ചാനലുകൾ ഈ കോലും തൂക്കി നടക്കുമ്പോൾ എന്താണ് സത്യം എന്ന് അവർ അന്വേഷിക്കുന്നൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ കാണുന്നത് വിളിച്ചു പറയുന്നതാണ് ഇവിടുത്തെ യൂട്യൂബ് ചാനലുകൾ എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത്. യൂട്യൂബ് ചാനലുകൾ എന്നാണ് ആക്ഷേപിക്കുന്നത്. എന്നാൽ ഈ യൂട്യൂബ് ചാനലുകൾ പറയുന്ന സത്യം എന്താണ്, ഈ ചാനലുകൾ പഠിച്ചുണ്ടാക്കുന്ന കഥകൾ എന്താണ് എന്ന് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. എന്താണ് ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞത്? ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇന്ന് പരിഗണിക്കുന്നത്, അതിന്മേലുള്ള ഉത്തരവിടുന്നത്, ഇനി മുൻകൂർ ജാമ്യം കൊടുക്കുമെങ്കിൽ അത് കൊടുക്കുന്നത്, നിഷേധിക്കുമെങ്കിൽ നിഷേധിക്കുന്നത്, ആ കേസ് കേൾക്കുന്നത് എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ വാസ്തവം എന്താണ്? ഈ പറഞ്ഞ യൂട്യൂബ് ചാനലുകൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചല്ല പരിഗണിക്കുന്നത്, ജസ്റ്റിസ് ബിച്ചുകുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്ന്. ജസ്റ്റിസ് ബിച്ചുകുര്യൻ തോമസിന്റെ ബെഞ്ച് ഇന്ന് ആ കേസ് പരിഗണിച്ചിട്ട് അടുത്ത മാസം 7-ാം തീയതി, ക്രിസ്മസ് അവധിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് 7-ാം തീയതി നമുക്ക് പരിഗണിക്കാം എന്ന് ഉത്തരവിട്ടു. എന്നാൽ അത് ജസ്റ്റിസ് കെ ബാബുവാണ് ഉത്തരവിട്ടത് എന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം 14-ാം തീയതി ഓൺലൈനിൽ കൂടുതൽ ഡോക്യുമെന്റുകൾ കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരികയുണ്ടായി. സ്വാഭാവികമായിട്ടും കോടതിക്ക് അത് പരിശോധിക്കണം. അതുകൂടി പരിശോധിച്ചിട്ട് തീരുമാനം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കോടതിക്കും അത് പഠിക്കാനുള്ള, പരിശോധിച്ചിട്ട് വസ്തുത മനസ്സിലാക്കാനുള്ള ഒരു സാവകാശം വേണം. സ്വാഭാവികമായിട്ടും അതിന് സമയം വേണ്ടി വരും. ആ സമയമാണ് 7-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റ് ശ്രീ രാജീവ് വളരെ അവസരോചിതമായി അദ്ദേഹം പറഞ്ഞു, ഇത് ഇപ്പൊ നോട്ട് അറസ്റ്റിന്റെ ഒരു കാലമാണ്, ഇന്ന് വരെ ഉള്ളൂ അതിന്റെ ഒരു പരിധി, അതുകൊണ്ട് ആ കേസിനൊരു തീരുമാനമാകുന്ന അന്ന് വരെ ഒന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോ കോടതി അനുവദിച്ചു. ജസ്റ്റിസ് ബിച്ചുകുര്യൻ തോമസ് ഉത്തരവിടുകയാണ് അടുത്ത മാസം 7-ാം തീയതി വരെ, അതായത് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസിന്റെ ഒരു അനുഗ്രഹമാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുഗ്രഹമാണ് എന്ന്. ഇവിടെ ദോഷകരമായി ബാധിക്കുന്നത് ഇവിടുത്തെ ചാനലുകൾക്കാണ്, മാപ്രകൾക്കാണ്. കാരണം അവർക്ക് അടുത്ത മാസം 7-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരയല്ല. ഇനി ഒരു 6-ാം തീയതിയോടുകൂടി വീണ്ടും രാഹുലിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ മതി. അതേസമയം പോലീസിന് ഇനി വരുന്ന ഒരു ക്രിസ്മസ് അവധി മറ്റു കാര്യങ്ങളും ഒക്കെ അവരുടെ പെണ്ണുങ്ങളും കുട്ടികളോടെ വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇയാളെ പിന്നാലെ ഇയാൾ തുമ്മുന്നിടത്തും കറങ്ങുന്നിടത്തും പോകുന്നിടത്തും ഒക്കെ അതിനെ തുടച്ചു കൊടുക്കാനും കുടപിടിക്കാനും വേണ്ടി ഈ പോലീസുകാർ നിൽക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. അയാൾ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന്. ഇനിയുണ്ടല്ലോ ദിവസങ്ങളുണ്ട്. 7-ാം തീയതി ആകുമ്പോൾ അത് 10-15 ദിവസമുണ്ട്. അത്രയും ദിവസം പോലീസുകാർക്ക് വിശ്രമിക്കാം. ഇനി ഒരു പക്ഷേ രാഹുലിന് പിന്നാലെ പോകണമെന്ന് തോന്നിയാൽ ഒരു 2-3 ദിവസം മുമ്പ്, ഒരു 5-ാം തീയതി മുതലൊക്കെ നിന്നാ മതി, എവിടെയാണെന്ന് നോക്കിയിട്ട്. 7-ാം തീയതി ഒരു പക്ഷേ മുൻകൂർ ജാമ്യം കൊടുത്തില്ല, രാഹുലിനെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കിയെടുത്തിട്ട് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ കയ്യാമം വെച്ച് അത് ചെയ്യും, ഉറപ്പാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിലങ്ങ് വെച്ച് മുഴുവൻ നടത്തിക്കുക. അവരുടെ ഉദ്ദേശം അതാണ്. അതായത് ഇവിടെ ഒരു കേസ് പോലും ഉണ്ടാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിലങ്ങ് വെച്ച് നടത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സത്യത്തിൽ കുടുങ്ങിപ്പോയത് ആരാന്നറിയോ? ഒന്നാമത് നമ്മുടെ മാധ്യമങ്ങൾ. കാരണം ഇനി വരുന്ന കുറച്ച് ദിവസം അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല, വാർത്തയില്ല. കാര്യം കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പഴയ കേസ്, അതായത് 2-ാമത്തെ കേസ്, അത് അപ്പീലില് നമ്മുടെ സർക്കാർ പോയിട്ടുണ്ടല്ലോ. അതും ഈ പറയുന്ന ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞിട്ട് സാവകാശം പരിഗണിക്കാമെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും മാധ്യമങ്ങൾക്കൊരു വാർത്തയല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ഈ സമയത്ത് ഇരകളാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇരകളെ വേണ്ട, ഇരകളെ ആർക്കും വേണ്ടാതായി, സർക്കാരിനും വേണ്ടാതായി, മാധ്യമങ്ങൾക്കും വേണ്ടാതായി. പക്ഷെ അവർക്ക് വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. ചെറിയ പ്രായമാണ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിലും സമൂഹത്തിലെ വലിയൊരു ഭാഗത്തിനും അറിയാം ആരാണ് ഇവിടുത്തെ ഇര എന്ന് പറയപ്പെടുന്നത് എന്ന്. അല്ലെങ്കിൽ ആരൊക്കെയാണ് അങ്ങനെ സർക്കാരിന്റെയും ഇവിടുത്തെ പോലീസിന്റെയും ചിലരുടെയും ഒക്കെ പാർട്ടിയുടെയും ഒക്കെ ആ പ്രേരണയിൽ ഉന്തിത്തള്ളി ഇറങ്ങപ്പെട്ടത് എന്ന്.
ഇവിടെ നാണം കെടുന്നതും നാറാണക്കല്ലുള്ളതും അവർക്കാണ്. ഇപ്പൊ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല. അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? ഇറങ്ങി നടക്കുമ്പോൾ അവരോട് പല ചോദ്യങ്ങളും വരും. അതൊക്കെ പരസ്യമായി ഇവിടെ വാർത്തകളാകുന്നില്ല എന്നേ ഉള്ളൂ. അത് വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ പറയുമ്പോൾ മാത്രമേ ഇവിടെ കേസും വഴക്കും പുക്കാറൊക്കെ ആവുന്നുള്ളൂ. പക്ഷെ നേർക്ക് നേർ അവർ സംസാരിക്കുന്നുണ്ടല്ലോ. അവരുടെ തൊഴിലിടങ്ങൾ, അവരുടെ ചുറ്റുമുള്ള ബന്ധുക്കൾ, അവരുടെ ചുറ്റുമുള്ള അവരുടെ സൗഹൃദങ്ങൾ, അവരുടെ അയൽപക്കങ്ങൾ, അവരൊക്കെ ചോദിക്കില്ലേ? അവരുടെയൊക്കെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഇരകൾ നിൽക്കുകയാണ്. കാരണം ഇരകളായ ആരാണോ അവരെ അവരോധിച്ചത് അവരൊക്കെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഇനി ആവശ്യമില്ല. ഇനി ഒരു പക്ഷേ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ ഒരു 10-15 ദിവസം മുമ്പ് മതിയാവും. അത് പക്ഷേ ഇത്രത്തോളം തീവ്രത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരകളെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ, 3.5 കോടി ജനങ്ങളിൽ വലിയൊരു പക്ഷം, ബഹുഭൂരിപക്ഷവും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. കേരളത്തിന്റെ ചരിത്രത്തിൽ അത്തരമൊരു സംഭവം അത്യപൂർവമാണ്. ഒരു പെൺവേട്ടക്കാരനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളിൽ, അതും സ്ത്രീകളിൽ തന്നെ വലിയൊരു ഭാഗം കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ പറയുന്ന ഇത് കൊണ്ടിറക്കിയിട്ടുള്ള ഇരകളെക്കാളും അതുപോലെ ആ ഇരകളെ ഇറക്കിയിട്ടുള്ള ഇവിടുത്തെ പാർട്ടി മറ്റ് നിയമ സംവിധാനത്തെക്കാളും രാഹുൽ മാങ്കൂട്ടം എന്ന ആ വേട്ടക്കാരൻ, അയാളാണ് ജനങ്ങൾക്ക് ഉപകരിക്കുക, ഈ നാടിന് ഉപകരിക്കുക എന്ന് ജനങ്ങൾക്ക് ബോധ്യമാണ് എന്നതാണ്. അപ്പൊ ആരാണ് ഇവിടെ ശരി, എന്താണ് സംഭവിച്ചതെന്ന് ജനം മനസ്സിലാക്കുന്നുണ്ട്. അല്ലാതെ അവർക്ക് ഈ പ്രചരിപ്പിക്കുന്ന കഥകളെ ഉൾക്കൊള്ളാൻ തൽക്കാലം സൗകര്യമില്ല. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നത്? കർശനമായ ഉപാധികൾ വരും. രാജ്യം വിട്ടു പോകരുത്, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, പിന്നെ യഥാസമയം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ പോയി ചോദ്യം ചെയ്യലിന് വിധേയനാക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കും. അതാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഇതിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങനെ നീണ്ടു പോണത്. വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഭയങ്കര ഒരു സംഭവമാണ് എന്ന് കോടതിക്ക് തോന്നിയിരുന്നെങ്കിൽ എന്നോ ഇതിന് തീരുമാനം വന്നേനെ. പക്ഷെ ഇതിൽ വലിയൊരു രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നും അത് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ഒരു ഇരയെ ആക്ഷേപിക്കുന്നതിനപ്പുറം മറ്റു ചിലരുടെ അജണ്ടകൾക്ക് കൂടി വിധേയനായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഇരയായി പോകുന്നുണ്ട് എന്നുകൂടി ഒരുപക്ഷെ കോടതിക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ വിശദമായി വാദം കേൾക്കണമെന്ന്, വിശദമായി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം 7-ാം തീയതി ഇത് വിശദമായി വാദം കേട്ട അന്ന് തന്നെ വിധി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 1-2 ദിവസം ഒരുപക്ഷെ ഇവിടെ താഴെ സെഷൻ കോടതിയിൽ വാദം കേട്ടതുപോലെ, രണ്ടാമത്തെ കേസിന്റെ വാദം കേട്ടതുപോലെ ഒരുപക്ഷെ വാദം കേൾക്കുമായിരിക്കാം. അതിനനുസരിച്ച് അന്നത്തെ ബെഞ്ച് അതിന് ഉത്തരവും കൊടുക്കും, മുൻകൂർ ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. യഥാർത്ഥ കേസാണെങ്കിൽ വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനടി കേസ് കൊടുക്കണം, പൂട്ടണം, അത് ആര് തന്നെ ആയിരുന്നാലും. പക്ഷെ ഇത്തരത്തിൽ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് ഇറങ്ങരുത്. പ്രേരണ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ചാട്ടത്തിന് ശേഷം അവർ പിന്മാറും. ഇപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു. ഇനി പാർട്ടിക്കും പോലീസിനും അതുപോലെ മറ്റുള്ളവർക്കും ഒന്നും ഇരകൾ ആവശ്യമില്ല. ഒരു വാർത്തയെ അല്ലാതായിരിക്കുന്നു അവർക്ക്. അവരുടെ ജീവിതം പോയി എന്നതാണ് ഇവിടെ വസ്തുത. ഇവിടെ ഇരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഈ ഇരകളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നും എന്തെങ്കിലും ബന്ധങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് രണ്ടുപേരുടെ സമ്മതത്തോടുകൂടി തന്നെ നടന്നതാണ് എന്നും അബദ്ധവശാലെങ്കിലും അവർ തമ്മിലുള്ള ചില സൗന്ദര്യ പിണക്കങ്ങളോ മറ്റോ പുറത്തേക്ക് ലീക്കായി പോയതിനെ മുതലെടുത്തുകൊണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി ഒരു വിഭാഗം തുനിഞ്ഞിറങ്ങിയപ്പോ അതിൽ ശരിക്കും ഇരകളായിപ്പോയി. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇര എന്നതിനുപരി ഈ ഇങ്ങനെ ഇറക്കി വിടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഇരകളായിപ്പോയി എന്നതാണ് ഈ ഹതഭാഗ്യങ്ങളുടെ വിവരം എന്നാണ് ഇത്രയൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ വാർത്തകൾ പടച്ചുണ്ടാക്കുന്ന മാധ്യമങ്ങളും അതിന് പങ്കാളികളാണ്. കാരണം അതുകൊണ്ടാണ് ഏത് ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്നും ഏത് ബെഞ്ചാണ് അതിന് ഉത്തരവിടുന്നത് എന്ന് പോലും അവർ പരിഗണിക്കാത്തത്. യാതൊന്നും നോക്കുന്നില്ല, എഴുതി വെക്കുകയാണ്. നാളെ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് എന്ത് പറയണം നേരത്തെ കൂടി തീരുമാനിക്കുക. 18-ാം തീയതി കേസ് വരാൻ പോവാണ്. 18-ാം തീയതി കേസിൽ എന്തൊക്കെയാണ് പറയേണ്ടത് സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെക്കുകയാണ്. ആ സ്ക്രിപ്റ്റാണ് വായിക്കുന്നത്. അവിടെ ആദ്യം ഈ കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർന്നുള്ള എല്ലാം ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് തന്നെ പരിഗണിക്കുമെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചത് എടുത്തു വെച്ചിട്ട് വായിക്കുകയാണ്. ഓരോ ദിവസം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഈ മാധ്യമങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ CPM പിണറായി വിജയനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അവർ വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് ആണ് ഈ കേസ് ഇന്ന് പരിഗണിച്ചതെന്ന് അവർ അറിയണ്ടേ. അപ്പൊ അതൊന്നും പരിഗണിച്ചിട്ടില്ല. അവർക്കതിന്റെ ആവശ്യമില്ലാന്ന്. രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് ജനം തിരിച്ചറിയുന്നത്. ഇത് ജനം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻകൂട്ടിയുള്ള ഈ പറയുന്ന മാധ്യമപ്രവർത്തകരുടെയും അല്ലെങ്കിൽ മാപ്രകളുടെയും ഇവിടുത്തെ സർക്കാരിന്റെയും CPM-ന്റെയും ഒക്കെ അജണ്ട,
ആ അജണ്ട അതേപടി വിശ്വസിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പുറംകാലിനടിച്ചു കളയാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധ്യമല്ല എന്നതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ആള് നിൽക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് നിൽക്കുന്നത്. ഈ കേസുമായി, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഈ പീഡന കേസ്, നിലവ് വന്നിട്ടുള്ള പീഡന കേസുകളുമായി ഈ സർക്കാരോ ഇരകളോ മുന്നോട്ട് കൊണ്ടുപോയാൽ, എത്ര തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും അതിനുള്ള ഗുണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഗതിയിൽ മനസ്സിലാകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ യാതൊരു രാഷ്ട്രീയ സ്വാധീനവും ഇല്ലാതെ ഇരകൾ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകണം. ഇരകൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനും മറ്റുള്ളവർക്കുമൊക്കെയാണ് അതിൽ ഉദ്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയ മുതലെടുപ്പാണ്. ആ രാഷ്ട്രീയ മുതലെടുപ്പിന് വശംവദനായിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ക്രൂശിക്കാൻ വേണ്ടി ഇവിടുത്തെ ജനം വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം പിന്തുണ ഓരോ ദിവസം കഴിയുന്നവരും കൂടി വരുന്നത്. Different angles. Don't forget to subscribe and support this channel.